ലീവ് ഒരു 3 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. റിവ്യൂ മീറ്റിങ്ങിന് ഞാൻ ഓൺലൈനായി കയറിക്കോളാം സാർ. ഞാൻ പറഞ്ഞില്ലേ സാർ അമ്മയുടെ കാര്യം. ഓക്കെ ഓക്കെ സാർ, ശരി. എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയാണ് ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത് എനിക്കറിയില്ല. ഇത്ര ദിവസം റയറാണ്. നമുക്കൊന്ന് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ക്ലോസ് ആയിട്ട് തന്നെ ഡോക്ടറെ 4 ദിവസമായിട്ട് ഞങ്ങൾ നോക്കുന്നത്. അറിയാം, ഞാൻ അന്ന് പറഞ്ഞില്ലേ ബോഡി ജീവൻ നിലനിർത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്യും. എത്ര കാലം? അതിപ്പോൾ ഞാനിങ്ങനെ പറയാം. അത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ വണ്ടി വെച്ച് കാശിൽ നിന്ന് ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുണ്ട്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങളുടെ കാര്യം നിങ്ങൾ എന്താ ചെയ്തോളൂ. ഒരാളെപ്പം മരിക്കുന്നു ഒരാളെ കഴിവൊന്നും എനിക്കില്ല. ഞങ്ങളെല്ലാം പഠിച്ചത് ജീവൻ രക്ഷിക്കാനാണ്, തിരിച്ചല്ല. കാണുമ്പോൾ ഒത്തിരി കൊണ്ട് വലിയ കുടുംബമാണല്ലോ, നോക്കിക്കൂടെ സ്വന്തം അമ്മേനെ? അതെ, കുട്ടികൾ കളിയാട്ടം കാണാൻ പോകണമെന്ന് കുറേ പറയണു. ഏതോ ചെറുമേനമ്മയുടെ അടുത്താക്കിയിട്ട് പോവാം. ഇവിടെ ഇപ്പം ഇങ്ങനെ ഇരിക്കണേക്കാൾ നല്ലത് പോയിട്ട് രാത്രി തിരിച്ചു. നീ റെഡി ആയില്ലടാ? ഇത് വിചാരിച്ച കാലത്ര എളുപ്പമല്ല. ഇത്ര വലിയ കാര്യമൊന്നുമല്ലത്. ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് എന്താ ഇവിടെ അങ്ങോട്ട് കയറ്റിക്കോ. ഓക്കെ അല്ലേ? ആ ലീവ് നീട്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെങ്ങനെ ശരിയാവും ചേട്ടാ? അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ പിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റുമോ? ഞാനും അത് തന്നെ ആലോചിക്കുന്നു. നമുക്ക് നോക്കാം. പക്ഷേ കിടക്കണത് എൻ്റെ അമ്മയാണ്. എന്തെങ്കിലുമായ ഞാൻ അറിയിക്കാം. നമുക്ക് പോവാം. ആ ഇറങ്ങിയാലോ? ഏതോ ഞാൻ ഇന്നലെ വീട്ടിൽ വന്നപ്പോ കണ്ടില്ലല്ലോ. ഞാൻ കടലാലോ. ആ അത് ശരി. പിന്നെ അന്യമതക്കാരകത്തേക്ക് കയറ്റരുതെന്നാ എനിക്ക് കുഴപ്പമുണ്ടായിട്ട് പറയല്ല കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊരു പ്രശ്നമാവൂലേ? കളിയാട്ടത്തിന് ഇത്രയും ആൾക്കാർ കയറണതോ?
പിന്നല്ലാണ്ട് നിങ്ങൾ കയറിക്കുന്നു ഭക്ഷണം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വേണ്ട. ഒരു കുഴപ്പമില്ല, അതോട്ടോ തീവ്ര കയറായിരുന്നു. എന്താ ലേറ്റ്? വീട്ടിൽ റെഡി ആറുന്നുണ്ട്. ഇത് രാജേഷിനെ അതുവിനെ അറിയില്ലേ? പിന്നെ അതൊന്നും അറിയാലോ. ഇതോളെ കസിനാണ് നിഖിൽ. ഹായ് ബ്രോ. ഹായ്. വീട്ടിലിരുന്ന് വന്നിട്ടുണ്ടെന്ന് മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ബൈ ദ ബൈ, ഐ എം എ DJ. പറഞ്ഞിരുന്നു നൈറ്റ് എൻ്റെ പ്രോഗ്രാം ഉണ്ട്, ഒരു ഫ്യൂഷൻ സാധനം പിടിക്കാന്ന് വിചാരിച്ചു. ക്ലാസിക്കൽ ഡിവിഷൻ കണ്ടംപറയാ. നിങ്ങളൊക്കെ ഉണ്ടാവണം. ഞങ്ങൾ എന്തായാലും ഉണ്ടാവും അല്ലേ? ഐ അപ്രിഷിയേറ്റ് മാൻ. ഗോഡ് സേവ് ദ ക്യൂൻ. മറന്നുപോയി കിങ്. അപ്പം ഞാൻ എന്നാ ചെല്ലട്ടെ, സൗണ്ടൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ടൈമായി. അപ്പം ശരി, സിരാൻ ബൈഡാ. ശരിട്ടെ ബ്രോ. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ ഗീതേച്ചിന്റെ മോനാ. അത് പറഞ്ഞു. നിങ്ങളെങ്ങനെ ഒരുമിച്ച്? ഇന്നാരോ പറഞ്ഞ ഞങ്ങൾ ഒരുമിച്ച് വന്നു. എന്താ വയ്യേ? എന്നാ തിരിച്ച് ലണ്ടനിലേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നാലോ? എന്താന്ന് തന്നെ. എടാ ഞാൻ തമാശക്ക് പറയുന്നല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, കടവത്തേക്ക് പോവാം. ഇവനും ഇഷ്ടം. വെടിക്കെട്ട് കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും. ഇത് ഞങ്ങളുടെ ചെറിയൊരു ഹാങ് ഔട്ട് സ്പേസ് ആയിരുന്നു. ഇവിടുത്തെ വ്യൂ അടിപൊളിയാ ഈ സമയത്ത്. ഞാനേ പോരെ. ഹലോ, ഞാൻ അതിലൂടെ ഉണ്ട്. All okay. All good. ഞാൻ മൂത്തതായിട്ട് ചോദിക്കുക, ഇന്നലെ ഭയങ്കര ഓക്വേർഡായോ? സത്യം പറഞ്ഞാൽ ഇല്ല. ഞാൻ ഇത്രയും കംഫർട്ടബിളായി അങ്ങനെ ആരുടെയും കൂടെ ഇരിക്കാറില്ല. ഇറ്റ്സ് റെയർ ഫോർ മീ. I kind of feel like there's this special connection. Adrit. എടാ ഞാൻ നോടി വീട്ടിൽ പോയിട്ട് വരാം. അമ്മക്ക് ചാവി കൊടുക്കണം. ഇപ്പോഴോ? കഴിഞ്ഞിട്ട് പോവാം. അല്ലടാ, നിങ്ങൾ എന്തായാലും പോകണം. നിങ്ങൾ സംസാരിച്ചിരിക്കട്ടാ, ഞാൻ വേഗം വരാം. ഓക്കെ സോറി, വേഗം വരാം കേട്ടാ. ఒరజూపు జూచెది న్యాయమా, ఒరజూపు జూచెది న్యాయమా, ఒరజూపు జూచెది న్యాయమా, ఓరకూతవా ఓరకూతవా నీ వంటి వానికి ఒరజూపు జూచెది